ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഫുൾ ഡേ വ്ളോഗാണ്. സ്കൂളുള്ള ദിവസം ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പഠിക്കുന്നു എന്നുള്ള വ്ളോഗാണ്. അപ്പോൾ ഇപ്പോൾ സമയം 5:45 ഞാനൊരു 5:30 ആയപ്പോൾ എഴുന്നേറ്റു. അത് ഞാൻ ഫ്രഷായി വെള്ളമൊക്കെ കുടിച്ച് ഞാനിപ്പോൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മേശപ്പുറം ഇത്തിരി അലങ്കോലൊക്കെ ആയിട്ട് അവിടെ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ബുക്കൊക്കെ എടുത്ത് ഞാൻ പഠിക്കാൻ വിചാരിച്ചു. ഞാൻ കാലത്ത് തന്നെ പഠിക്കുന്നത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിൽ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞ സെക്കൻഡ് ചാപ്റ്ററാണ് ഞാൻ പഠിക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ സ്കൂളിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഒരുവിധം ക്ലാസ്സസൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞു. ഞാൻ സെക്കൻഡ് ചാപ്റ്റർ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം സ്കൂളിലേക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്താലാണ് എന്തെങ്കിലും ടോപ്പിക്കിൽ ക്ലാരിഫിക്കേഷൻ വരുത്താനുണ്ടെങ്കിൽ നമുക്ക് സൈലത്തിലെ ടീച്ചേഴ്സിനോട് അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സിനോട് ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ആൻഡ് നിങ്ങളുടെയൊക്കെ ചാപ്റ്റേഴ്സ് എവിടെ എത്തി, നിങ്ങളെങ്ങനെയാണ് പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞല്ലോ. ഞാനിപ്പോൾ കെമിസ്ട്രി ഇലക്ട്രോ കെമിസ്ട്രിയുടെ പാർട്ട് 3 ക്ലാസ്സാണ് വയ്ക്കുന്നത്. അങ്ങനെ ഒരുവിധം എൻ്റെ ടോപ്പിക്ക് പാർട്ട് 1ലും 2ലും കഴിഞ്ഞു എന്നാണ് മാഷ് പറഞ്ഞത് ക്ലാസ്സിൽ. അപ്പോൾ എൻ്റെ പാർട്ട് 3 എത്തിയിട്ടുണ്ട്. ഞാൻ പിന്നെ മോർണിംഗിൽ അങ്ങനെ ഡീറ്റെയിൽ സ്റ്റഡിക്കുള്ള ടൈമല്ല കൊടുക്കാറ്. കാരണം ഞാൻ സ്കൂളിലേക്ക് എന്തെങ്കിലും പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ അതാണ് പൊതുവെ ചെയ്യാറ്. പിന്നെ +1ൻ്റെ അഡ്മിഷൻ ആയിരുന്നു 18-ാം തീയതി. സോ 19-ാം തീയതിക്ക് ഞങ്ങൾക്ക് വലിയ ഹോംവർക്ക് ഉണ്ടായില്ല. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ കെമിസ്ട്രി എടുത്ത് പഠിക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ ഒരു ദിവസം ഡെയിലി 6 സബ്ജക്റ്റ് പഠിക്കാമെന്ന് വിചാരിച്ച് ടൈം ടേബിൾ ഇട്ടതായിരുന്നു. അതായത് മൊത്തം സബ്ജക്റ്റും അറ്റ്ലീസ്റ്റ് ആ മെയിൻ കോർ സബ്ജക്റ്റ് എങ്കിലും പഠിക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അങ്ങനെ ഇട്ടപ്പോൾ നമുക്ക് ടൈം തികയാണ്ടായി. കാര്യം 4 മണിക്കൂർ 5 മണിക്കൂർ നമ്മൾ പഠിക്കുമെങ്കിലും നമുക്ക് തീരെ ടൈം കിട്ടാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഓരോ സബ്ജക്റ്റിനും നമ്മൾ ഒട്ടും ടൈം കൊടുക്കാത്ത പോലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ വേണ്ട, ഒരു ദിവസം 3 സബ്ജക്റ്റ് പഠിക്കാം, പിറ്റേ ദിവസം അടുത്ത 3 സബ്ജക്റ്റ് പഠിക്കാം, അല്ലെങ്കിൽ അടുത്ത 2 സബ്ജക്റ്റ് പഠിക്കാം. അതൊരു ഷിഫ്റ്റ് പോലെ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ കാലത്ത് തന്നെ കെമിസ്ട്രി പഠിച്ചുകൊണ്ട് ഇനി വൈകുന്നേരം കെമിസ്ട്രി പഠിക്കുന്നില്ല. വൈകുന്നേരം ഞാൻ ഫിസിക്സും സുവോളജിയാണ് പഠിക്കാൻ തീരുമാനിച്ച് വെച്ചേക്കണേ. പിന്നെ ഞാനിപ്പോൾ ടു ഡു ലിസ്റ്റ് എഴുതൽ നിർത്തി. കാരണം ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതിയിട്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവും. സോ ഞാൻ ഇപ്പോൾ വേറെ തരത്തിലാണ് റീക്രിയേറ്റ് ചെയ്യണത്. അതായത് രാത്രി കിടക്കണേക്കാൾ മുമ്പ് ഞാൻ ഇന്ന് ഏതൊക്കെ ഭാഗം പഠിച്ചു എന്ന് എഴുതി വയ്ക്കുക. അതായത് ഞാൻ ഇന്ന് എത്ര ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ എത്ര പോർഷൻ കംപ്ലീറ്റ് ചെയ്തു, എനിക്ക് ഏതൊക്കെ സബ്ജക്റ്റ് എനിക്ക് പഠിക്കാൻ പറ്റി. സോ പിറ്റേ ദിവസം കാലത്തെടുത്ത് നോക്കുമ്പോൾ ഓക്കെ, ഇന്നലെ ഞാൻ ഇത്രയെങ്കിലൊക്കെ കംപ്ലീറ്റ് ചെയ്തു, അപ്പോൾ എനിക്ക് ഇന്ന് അതിലേക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും. അത് കഴിഞ്ഞ് ഞാൻ 7:22 ബ്രേക്ക് എടുത്ത് പോയി. ഞാൻ പിന്നെ സ്കൂളിൽ നിന്ന് തിരിച്ച് വന്നിട്ടാണ് ഈ വ്ളോഗ് എടുക്കുന്നത്. അതായത് ഞാനൊരു 6:15 ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത്. ഈ വീഡിയോ പിന്നെ എടുക്കണേ. ആ വീഡിയോയിൽ കാണുന്നത് എൻ്റെ ചേച്ചിയാണ്. ഞാൻ ഫസ്റ്റ് തന്നെ ബയോളജിയാണ് പഠിക്കാൻ പോകുന്നത്. ഞാൻ സ്കൂളിൽ നിന്ന് ഞാനൊരു 5:00 എത്തും. പിന്നെ കുളിക്കാനും സ്കൂളിൽ സ്പെല്ല് ചെയ്യാനൊക്കെ കുറേ ടൈം എടുക്കും. ആൻഡ് ഞാൻ സുവോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് പഠിക്കുന്നത്. അത് ആക്ച്വലി എൻ്റെ ക്ലാസ്സൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞു. സെക്കൻഡ് ചാപ്റ്റർ റീപ്രൊഡക്ഷൻ ഹെൽത്തിൻ്റെ ലാസ്റ്റ് ക്ലാസ് ഒരു 20 മിനിറ്റ്സും കൂടി എനിക്ക് കാണാനുണ്ടെന്ന് തോന്നുന്നു. അതും കൂടി ഉള്ളൂ. എനിക്ക് കുറച്ചുള്ളൂ. റീപ്രൊഡക്ഷൻ ഹെൽത്ത് ഞാൻ കഴിയാറായി. പക്ഷേ എന്നാലും ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഞങ്ങൾക്ക് ടെസ്റ്റ് പേപ്പർ ഉണ്ട്. ഞങ്ങളുടെ മിസ്സ് ലീവ് എടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ മുമ്പ് ടെസ്റ്റ് പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞു. സോ നാളെ ഞങ്ങൾക്ക് ടെസ്റ്റ് പേപ്പർ ഉണ്ട്. അതുകൊണ്ട് വേണ്ടി പിന്നെ ഞാൻ എൻ്റെ കയ്യിലൊരു ബുക്കുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഞാൻ NCERT ഫിംഗർ-ടിപ്സ് എന്ന് പറഞ്ഞ ബുക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബുക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് വൈകുന്നേരം. അങ്ങനെ ഞാനിതൊരു 7:40 വരെ പഠിച്ചു. ഓൾമോസ്റ്റ് ഒരു 1.5 hour പഠിച്ചു. ആൻഡ് 7:40 ആയപ്പോൾ ഞാൻ പ്രെയർ സെഷന് പോയി. അതായത് എൻ്റെ വീട്ടിൽ പ്രെയർ ഉണ്ട്. അപ്പം പ്രെയറിന് പോയി. കഴിഞ്ഞ് ഞാനൊരു 9:40 ആയപ്പോൾ വന്നു. 9:40 ആയി വന്നിട്ട് ആക്ച്വലി ഞാൻ ഈ ടൈമിൽ പഠിക്കുമ്പോഴേ എൻ്റെ ബാക്കിലുള്ള മുടിയൊന്നും വരികയും ചെയ്തിട്ടില്ല. സോ ഡോണ്ട് ലുക്ക് അറ്റ് ഇറ്റ്. പിന്നെ നിങ്ങളെങ്ങനെയാണ് പഠിക്കുന്നത്? നിങ്ങൾക്ക് ഇപ്പോഴും കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടാണോ ഡെസിമൽസൊക്കെ കണ്ടുപിടിക്കുന്നത്? അതായത് നീറ്റും ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളെങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞോളൂ. കാരണം എനിക്ക് പേഴ്സണലി കാൽക്കുലേറ്റേഴ്സ് അങ്ങനെ മാറ്റി വയ്ക്കാൻ പറ്റുന്നില്ല. പക്ഷേ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനൊക്കെ എനിക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ എന്നാലും ഇടയ്ക്ക് എന്തെങ്കിലും കാര്യത്തിന് പോയിൻ്റ് ഉള്ള വാല്യൂ വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ എൻ്റെ മനസ്സിങ്ങനെ പറയും. സോ എനിക്കത് കൺട്രോൾ ചെയ്ത് വരണേ ഉള്ളൂ. നിങ്ങളെങ്ങനെയുണ്ടെന്ന് പറയുക. പിന്നെ ഞാൻ നീറ്റിനാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ എങ്കിലും ജെയ്യുടെ ഒരു മാത്സ് ബുക്ക് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കാരണം വെച്ചിട്ട് ഞാൻ ജെയ് എഴുതിയാലോ, അങ്ങനെയാണ് എൻ്റെ
ഇപ്പോഴത്തെ പ്ലാൻ. പിന്നെ ഞാൻ ഈ സമയം നോക്കി വെക്കാൻ കണ്ടില്ലേ, ഫിസിക്സ് പഠിക്കാനുള്ള ടൈം നോക്കിയത്, പക്ഷേ ടൈം ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പഠിക്കാം. രാത്രിയാണ് ഫിസിക്സ് പഠിക്കാൻ വെച്ചത്. രാത്രി പഠിക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി അറ്റൻറ്റീവായിട്ട് തോന്നാറുണ്ട്. കാരണം ഞാനൊരു ഏർലി ബേർഡ് അല്ല, ഞാനൊരു നൈറ്റ് ബേർഡാണ്. എനിക്ക് ഏർലി മോർണിംഗ് ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും ഇഷ്ടം നൈറ്റിലിരുന്ന് പഠിക്കുന്നതാണ്. അപ്പോൾ ഞാൻ രാത്രിയാണ് ക്ലാസ് എടുത്ത് സെലക്ട് ചെയ്ത് ഇങ്ങനെ വെക്കുന്നത്. ആൻഡ് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഈ പ്രിപ്പയർ ചെയ്യുന്ന മൊത്തം ഞാൻ ബോർഡ് എക്സാമിനും നീറ്റിനും ഒന്നിച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ഞാൻ ഒരു ടോപ്പിക്ക് പഠിക്കും, അതിനകത്തുള്ള നീറ്റ് ക്വസ്റ്റ്യൻസ് പഠിക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന്, അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലോ അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കും. അതായത് ബോർഡ് എക്സാമിനുള്ള ക്വസ്റ്റ്യൻസും നീറ്റിനുള്ള ക്വസ്റ്റ്യൻസും ഞാൻ ഒന്നിച്ച് പഠിച്ചിട്ടാണ് വെക്കുന്നത്. ആൻഡ് ഞാനിതൊരു ലാസ്റ്റ് ഒരു 11:30 ആയപ്പോഴാണ് ഞാൻ കിടന്നത്. എനിക്ക് ആ ടൈമിൽ ഞാൻ പഠനം നിർത്തണേൻ്റെ വിഷ്വൽസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ സെക്കൻഡ് ചാപ്റ്ററാണ് ഫിസിക്സിൽ പഠിച്ചത്. എൻ്റെ ആ ചാപ്റ്റർ വലിയ ബുദ്ധിമുട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതുവരെ പഠിച്ചില്ല എനിക്ക് വലിയ കുഴപ്പമില്ല, കാരണം കുറച്ച് ടോപ്പിക്ക് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഫസ്റ്റ് ഡേ ഞാൻ കുറച്ച് ടോപ്പിക്ക് അതിനകത്ത് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ 3 സബ്ജക്റ്റ് കെമിസ്ട്രി, ഫിസിക്സ്, സുവോളജി ഞാൻ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ നാളെ, അതായത് നെക്സ്റ്റ് ഡേ ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ബയോളജി, ബോട്ടണി, മാത്സുമാണ്. പറ്റുകയാണെങ്കിൽ കെമിസ്ട്രിയിലെ അടുത്ത പാർട്ടും കൂടി കാണണം. അപ്പോൾ ഞാൻ അതിൻ്റെ വ്ളോഗ് ഇനി ഇടാം. ഞാൻ ഈ സാറ്റർഡേ ആയിരിക്കും വ്ളോഗ് ഇടുന്നുണ്ടാവുക. ഞാൻ 1.5 days ഗ്യാപ്പിലാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസാണ് വിചാരിക്കുന്നു. ഞാൻ 1.5 മിനിറ്റ് വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. സോ ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ദാറ്റ്സ് ഓൾ. ബൈ ബൈ.